ആശാപ്രവർത്തകരും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പ്രവർത്തകരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുക. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് CITU, INTUC സംഘടനകൾക്ക് പുറമെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന SUCIക്കാരും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷീജ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ചർച്ച, ഒപ്പം തന്നെ സർക്കാർ നിലപാട്, മറ്റു കാര്യങ്ങളൊക്കെ. ഷീജ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വീണ്ടും ആശാപ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തുകയാണല്ലോ. INTUC, CITU യൂണിയനുകൾ പങ്കെടുക്കും. ഒപ്പം തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻപിലെ SUCIക്കാരും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ആശാ വർക്കർമാർക്കൊപ്പമാണ് ഇപ്പോഴും സർക്കാർ ഉള്ളത്. പക്ഷേ അവരെ തൊഴിലാളികളെ അംഗീകരിക്കേണ്ടത് കേന്ദ്രമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സമീപനം കേരളം പറയുമ്പോൾ ഈ SUCIക്കാർ പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. INTUC ആ നിലപാടിനെ അംഗീകരിക്കുന്നുണ്ട്, CITU അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയുടെ ഒരു സാധ്യത എങ്ങനെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, അതായത് ഈ ആശമാരുടെ സമരം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്നത് സംയുക്തമായിട്ടാണ്. അതായത് CITU, INTUC ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് ആശമാർ, സംസ്ഥാനത്തെ മുഴുവൻ ആശമാരും ചേർന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. അപ്പോൾ തന്നെ ആരോഗ്യമന്ത്രി ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ നിരവധി ഉറപ്പുകൾ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനദണ്ഡങ്ങളിലടക്കം ഇളവ് ഉൾപ്പെടെ വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു വിഭാഗം ഒഴിച്ച് മറ്റ് ഭൂരിപക്ഷം ആശമാരും ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ SUCയുടെ നേതൃത്വത്തിൽ ഒരു ചെറു വിഭാഗം മാത്രമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും ഈ ഒരു സമരം തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇതിനകം തന്നെ നിരവധി തവണയാണ് ആശമാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രമാകട്ടെ അവരെ തൊഴിലാളികളായി പരിഗണിക്കാൻ പോലും തയ്യാറാകുന്നില്ല. വർഷങ്ങളായി അവർക്ക് ഇൻസെൻറ്റീവിൽ വർധനവ് വരുത്തിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നിൽക്കുന്നു. നിരവധി തവണ മന്ത്രി നേരിട്ടെത്തി അവിടെ നിവേദനമടക്കം നൽകിയിട്ടുണ്ട് കേന്ദ്രത്തിൽ. പക്ഷേ അപ്പോഴും ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെയായി തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി JP നദ്ദയെ നേരിൽ കാണാൻ സമയം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ടെത്തി അവിടെ ആദ്യമായി ഉന്നയിച്ചത് ആശമാരുടെ വിഷയം തന്നെയായിരുന്നു. അതിൽ ഇൻസെൻറ്റീവിൽ കാലോചിതമായ മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യം, അത് പരിശോധിക്കാമെന്നുള്ളൊരു മറുപടിയായിരുന്നു അവിടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിൽ എല്ലാ സംഘടനകളെയുമാണ് ഈ ഒരു ചർച്ചയ്ക്കായി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സംഘടനാ പ്രതിനിധികളോടും ഇതുമായി ബന്ധപ്പെട്ട് JP നദ്ദയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അവരെ അറിയിക്കുന്നതായിരിക്കും. ഇത്തരത്തിലൊരു ഉറപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കും. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഈ പറയുന്നത് പോലെ ഓണറേറിയത്തിൽ ഏതായാലും ഒരു വലിയ വർധനവ് വരുത്താനുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്തില്ല. അത് അവരെ കൃത്യമായ രീതിയിൽ തന്നെ ധരിപ്പിക്കാനുള്ളൊരു ശ്രമം അത് മന്ത്രി നടത്തുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ സംസ്ഥാനം ഇവിടുത്തെ ആശാ തൊഴിലാളികൾ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ജോലികൾക്കുള്ള വേതനം അത് നൽകി മുന്നോട്ട് പോകും. ആ ഒരു ഉറപ്പ് ഏതായാലും നേരത്തെ തന്നെ സംസ്ഥാനം നൽകുന്നുണ്ട്. അത് ഒന്നുകൂടി അവരോട് വിശദീകരിക്കുന്നതായിരിക്കും. പക്ഷേ നമുക്കറിയാം, മറ്റുള്ള സംഘടനാ പ്രതിനിധികൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ ആ ചർച്ചയെ പോലും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന SUCയുടെ പ്രവർത്തകരാകട്ടെ അവർ ഈ ഒരു സമരം, ഈ ഒരു ചർച്ചയെ പോലും, ഈ ചർച്ചയിൽ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരും എന്നുള്ളൊരു ആദ്യം തന്നെ അത്തരത്തിലൊരു മുൻധാരണ പ്രകാരമാണ് ഈ ഒരു ചർച്ചയ്ക്ക് പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഏതായാലും ചർച്ചയിൽ കൃത്യമായ രീതിയിൽ മന്ത്രി ആ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഏത് രീതിയിലുള്ള തീരുമാനം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ചെയ്യുന്നവർ സ്വീകരിക്കും എന്നുള്ളതും ഏറെ പ്രസക്തം തന്നെയാണ്. മനു, ശരി, നമുക്ക് നോക്കാം ഷീജ. യാഥാർത്ഥ്യ ബോധത്തോടെ ആ വിഷയത്തെ സമീപിക്കാൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന SUCIക്കാർക്ക് കഴിയുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതല്ലെങ്കിൽ ആ സമരം അത് മുന്നോട്ട് വയ്ക്കേണ്ടത്, അത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ സംസ്ഥാനത്തിന് മുന്നിൽ ഉന്നയിച്ച് അവർ നിൽക്കുകയാണ്. തൊഴിലാളികളാക്കണ്ട, ആ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, പകരം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി എന്ന് SUCIക്കാർ പറയുമ്പോൾ അത് രാജ്യത്താകമാനം സമരം ചെയ്യുന്ന 1 കോടിയോളം വരുന്ന ആശമാരെ ഒറ്റിക്കൊടുക്കുന്ന സമീപനമാണ് എന്ന് വളരെ ദുഃഖത്തോടെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആ സമീപനം ഒരു തൊഴിലാളി സംഘടന ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ, ആ നിയമത്തിൻ്റെ കീഴിൽ വന്നാൽ മാത്രമേ മിനിമം വേജസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആവശ്യപ്പെടാൻ പറ്റുകയുള്ളൂ, മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് പറ്റുകയുള്ളൂ. ഇതൊന്നും SUCക്കാർക്ക് വേണ്ട, പകരം ഓണറേറിയം കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. ഈ പറയുന്ന ഒരു SUCക്കാരും സമരം ചെയ്തിട്ടല്ല 1000 രൂപയിൽ നിന്ന് ഓണറേറിയം 7000 രൂപയിലേക്ക് 2 LDF സർക്കാർ പടിപടിയായി വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നത്. അതുകൂടി അവർ ഓർത്തെടുത്താൽ കൊള്ളാം. ഏതായാലും മുൻവിധിയോടെ ചർച്ചയെ സമീപിക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചയെ സമീപിച്ചാൽ അത് ഒരു നല്ല കാര്യമായിരിക്കുമെന്ന് മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ.